ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോ ഇങ്ങനെ വിളിച്ചാലും ഇടയ്ക്ക് എനിക്ക് തന്നെ ഒന്ന് വിളിക്കണം. സ്നേഹമുള്ള വൈദികര്, ഡീക്കനച്ചന്മാര്, സിസ്റ്റർമാരാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, എല്ലാ കുടുംബാംഗങ്ങളും കേട്ടോ. പ്രായമുള്ള അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്ക് അങ്ങോട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയാ. പിന്നെ നമ്മുടെ സഹോദരങ്ങളെ സന്തോഷമായിരിക്കുന്നു. പിന്നെ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ കുർബാനയിൽ ഇന്ന് കുർബാന അർപ്പിച്ചിട്ടില്ല. നിങ്ങൾ ടോക്കാണ് കുർബാന അർപ്പിച്ചിരിക്കും. എന്നാലും നിങ്ങളുടെ മനസ്സിൽ മുൻകൂട്ടി കർത്താവ് കാണുമല്ലോ. നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാ നിയമങ്ങളും മനസ്സിൽ ഓർത്തുകൊള്ളുക. നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ഇടവരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നലത്തെ സാക്ഷ്യം കേട്ടായിരുന്നു. എന്നാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ചിലർ മുങ്ങും, ടോക്ക് കേൾക്കാതെ അതങ്ങോട്ട് പൊങ്ങി കേട്ടോ. എന്നിട്ട് അതിന്ന് വന്ന് അത് ടോക്ക് കേൾക്കണം കേട്ടോ. ഇന്നലെ സാക്ഷ്യം നല്ല സാക്ഷിയാണ്. എത്ര വർഷങ്ങളായിട്ടുള്ള രോഗങ്ങളെ ഈശോ മാറ്റുന്നത് അല്ലേ. നമ്മുടെ കഴിവൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എല്ലാ മേഖലയുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ മുമ്പോട്ട് പോയിക്കോ. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞാൽ പോയിട്ട് എഴുതാൻ കിട്ടിയാലെന്ന് ഉറപ്പാണ്, മുമ്പോട്ട് പോക്കോ അല്ലേ. അല്ലാതെ മത്സരിച്ച് ഞാൻ കിട്ടിയാലെന്ന് ഉറപ്പാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വ്യവസ്ഥയാണ്. പക്ഷെ ബൈബിൾ ഒരു പ്രത്യേക സംഗതിയുണ്ട്. നമുക്ക് ഏകദേശം ഒരു കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ നമ്മൾ ഇച്ചിരി മുന്നോട്ട് പോകുള്ളൂ അല്ലേ. ഇപ്പം ഇലക്ഷനൊക്കെ വരുവാണ്, സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ഏകദേശം ഇന്ന പോക്കറ്റുകൾ നിർത്തി കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ളപ്പോഴല്ലേ. ഇതങ്ങനെയല്ല ബൈബിളിലെ വചനം. ലൂക്കാ 14:14 സൂപ്പർ വചനമാണ്. എന്നറിയോ സഹോദരൻ, അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മളെ ചില വചനങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ചില കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ കെട്ടിടത്തൊക്കെ പിടിച്ചു കുലുക്കുന്ന പോലെ ചില വചനങ്ങളൊക്കെ നമ്മൾ വായി പിടിച്ചു കുലുക്കി കളയുക. നിങ്ങൾക്കൊരു കുലുക്കാൻ തോന്നുന്നില്ല അല്ലേ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, ഇവർ വിരുന്നിന്റെ ഉപമയാണ്. അപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ്, അങ്ങനെയല്ല, നിങ്ങൾ ഏറ്റവും പുറകിലൊക്കെ പോയിരിക്കണം. അപ്പോൾ വന്ന് നിന്നെ മുന്നോട്ട് കയറ്റിയിരിക്കും. അപ്പോൾ നീ ഓക്കെ ആവും. അല്ലെങ്കിൽ നിന്നെ ഫ്രണ്ടിൽ എടുത്തിട്ട് നിന്നെ കൊണ്ട് അവസാനം ഇരുത്തേണ്ട സ്ഥിതി വരും. ഇതൊക്കെ ഫുള്ള് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് ആ ഭാഗം നിങ്ങൾ എടുത്ത ലൂക്കാ 14 വിരുന്നിന്റെ ആതിഥേയനും അതിൽ അതിഥിക്ക് ഉപദേശം എന്നൊക്കെ വായിച്ചു നോക്ക്. അതിനുശേഷം തന്നെ ക്ഷണിച്ചവനോട് കർത്താവ് പറയുക, നീ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ നിന്റെ കുടുംബാംഗങ്ങള്, ബന്ധുക്കള്, സ്വന്തക്കള്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ക്ഷണിക്കണ്ടെന്ന് ഞാൻ വല്ല തരുന്നത്. പക്ഷെ ക്ഷണിച്ച കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൻ്റെ ഒരു കാര്യം കൂടി ചെയ്യണം. വികലാംഗര്, മുടന്തര്, ദരിദ്രര്, അവരെയൊക്കെ വിളിക്കണം. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയുന്ന സൂപ്പർ വചനമാണ്, നീ ഇപ്പം നിന്റെ സ്വന്തക്കളെ, ബന്ധുക്കളെ, നിനക്ക് പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ച കുഴപ്പമല്ല. എന്നാ സംഭവിക്കുന്ന അറിയാവോ, അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ വരുമ്പോൾ നിന്നെ വിളിക്കും ചോയാണ്. അപ്പം നിനക്കത് പ്രതിഫലമാവും. എന്നാൽ നീ ഇപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ സെക്ഷൻ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ പറയാണ്, നീ ഭാഗ്യവാനായിരിക്കും. കാരണം അവരുടെ പക്കൽ തിരിച്ചു തരാൻ ഒന്നുമില്ല. കാരണം അവർ വിരുന്ന് നടത്താൻ സാധ്യതയില്ല. നിന്നെ തിരിച്ചു വിളിക്കാൻ there is no option. എന്താ പറയുക, അപ്പോൾ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മുമ്പോട്ട് പൊക്കോളാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നിനക്ക് പകരം തിരിച്ച് അവരൊന്നും തരികയെന്ന് ഉറപ്പുള്ളവർക്ക് നീ നന്മ ചെയ്യ്, അവരെ നീ സ്നേഹിക്കുക. മനസ്സിലായില്ലേ? അവർക്ക് കൊടുക്കാൻ പറ്റുന്നിടത്ത് നീ കൊടുത്തോ. ചിലപ്പോൾ ഒരു താങ്ക്സ് പോലും കിട്ടിയാലെന്ന് ഉറപ്പാണ്, നീ ധൈര്യമായിട്ട് കൊടുക്കുക. ഒരു നന്ദി വാക്ക് പോലും കിട്ടിയാലെന്ന് ഉറപ്പാണ്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ. എന്തൊരു വചനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലേ. നമ്മളാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും എന്തെങ്കിലും എന്ന് ഉറപ്പുള്ളിടത്ത് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പം നമുക്ക് മേക്ക് ഷുവർ ഫസ്റ്റ് നമ്മളതൊരു ഉറപ്പാക്കണം, ഇവൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ എനിക്ക് ഒരു നന്ദിയും കിട്ടിയാല, എനിക്ക് തിരിച്ച് ഇവനെ തരുവയില്ല, ഇവന്റെ ഭാഗത്ത് തിരിച്ചൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് നോക്കും അല്ലേ. ലോകത്തിന്റെ ധാരണയും വചനത്തിന്റെ ധാരണയും നമ്മളെ ഇങ്ങോട്ട് ഇളക്കി മറിക്കുമല്ലേ. നിങ്ങൾ വചനം വെച്ച് പല പ്രാവശ്യം ധ്യാനിച്ച് ചിന്തിച്ച് നോക്കിയോ ജീവിതത്തെ ഭയങ്കര ഇനി മറുവശം ബാലൻസ് ചെയ്തേക്കാം. എന്ന് വിചാരിച്ച് നിങ്ങൾ ബന്ധുക്കളെ വിളിക്കാതിരിക്കരുത്, അല്ലോ ഇടപാട് തീരും. സ്വന്തക്കാരെ വിളിക്കാതിരിക്കരുത്, അതൊക്കെ നിങ്ങൾ ചെയ്തോ. പക്ഷേ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ബൈബിളിൽ ദരിദ്രരോട് എപ്പോഴും ഒരു പരിഗണനയുണ്ട് ഈശോയ്ക്ക്. വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രം, വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവചരിത്രമൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു പരിഗണന വേണം.
ബാക്കിയുള്ളതൊക്കെ. അപ്പം നമുക്ക് തന്നെ സ്വർഗത്തിലേക്ക് പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലം കിട്ടിയല്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇവരെ വിളിച്ച് നമുക്ക് ഇച്ചിരി പ്രതിഫലം കിട്ടും. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ബാലൻസ് ആവും. ഇവിടെ വെച്ചും കുറച്ച് കിട്ടിക്കോട്ടെ, അവിടെ വെച്ച് ബാക്കി ആയിക്കോട്ടെ. ബാലൻസ് ആയല്ലോ, നമ്മൾ ശരി കേട്ടോ. നമുക്ക് സ്തുതിക്കാം, ഈശോയെ ഉച്ചത്തെ സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സമയത്തിൽ കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ്. ആയിരിക്കുന്ന ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ്. നീ ഭക്ഷിച്ച് തൃപ്തനാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയ നല്ല ദേശത്തെ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ള നിയമാവർത്തന 8 വചനം ഓർക്കുകയാണ്. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അങ്ങ് സ്തുതിക്കുന്നു. ഹാലേലിയ, ഹാലേലിയ. കർത്താവ് ഈ വചനം വെച്ചുകൊണ്ട് ഓരോ പ്രവർത്തനം ചെയ്യലും ഇപ്പോൾ ചെയ്യുമ്പോൾ ഒരു മുൻകരുതലെടുത്ത് ചെയ്യാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. നിങ്ങളെ ശലമെന്ന് ദുഷ്ടാരിയോട് ഈശ്വരൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാഗ്നിയിൽ പൂട്ടുന്നു, ബന്ധിക്കുന്നു. ദൈവകൃപയെ ആവസിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേലും ഈശോയുടെ ആശീർവാദം വന്ന് പതിയട്ടെ. നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന നിയോഗങ്ങൾ നടക്കട്ടെ. രോഗികൾ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു 43:6 പറയാറ് തടസ്സങ്ങൾ ഈശോ ബന്ധി വിട്ടുമാറിപ്പോകട്ടെ. ഓ കർത്താവായ ദൈവമേ, പ്രഭാഷണം 33:17-18 വചനപ്രകാരം എല്ലാത്തിനും മുൻപന്തിയിലെത്തട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ. യുദ്ധം ചെയ്യാൻ നിന്റെ കൈകളെയും പടപെടുന്ന നിന്റെ വിരലുകളെയും ദൈവാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു, അവൾ നന്നായി ചെയ്യുന്നു എന്ന് നിന്നെക്കുറിച്ച് കേൾക്കാൻ ഇടവരട്ടെ. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.